എന്തിനാ കൊച്ചി നീ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നേ? നിന്നെപ്പോലെ ഒരു പെണ്ണിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? എൻ്റെ ഇച്ഛായനേക്കാൾ അതിന് യോഗ്യതയുള്ള ഒരു പുരുഷൻ ഈ ലോകത്ത് വേറെയില്ല. സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ഈ ലോകത്ത് എനിക്ക് എൻ്റെ ഇച്ഛായൻ മാത്രമല്ലേ ഉള്ളൂ. ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഇച്ഛായ നിങ്ങളെ എനിക്ക്. വാക്കുകൾ കൊണ്ട് ആ ഇഷ്ടം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. മരിയ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്നെക്കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഈ പേര് പോലും നിൻ്റേതല്ല. ശരിക്കും നീ ആരാണ്? എന്താണ് നിൻ്റെ പേര്? ഇച്ഛായന് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒരു രാത്രി കൂടി കഴിയട്ടെ, നാളെ എല്ലാം ഞാൻ പറയാം. മാസങ്ങൾക്ക് ശേഷം ശാന്തമായ മനസ്സോടെ റിച്ചിയും മരിയയും ഉറങ്ങി. ഒരു കൈകൊണ്ട് മരിയെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ മറുകൈ കൊണ്ട് റിച്ചി മരിയയുടെ വയറിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു. റിച്ചി രാവിലെ ഉണരുമ്പോൾ ബെഡിൻ്റെ ഒരു വശം ശൂന്യമായിരുന്നു. റിച്ചി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് റിച്ചി താഴെ എത്തുമ്പോഴേക്കും മരിയ വാതിൽ തുറന്നിരുന്നു. അപ്പോഴേക്കും അത്താച്ചനും പെന്നിയും അവിടെ എത്തിയിരുന്നു. മരിയ വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ട് റിച്ചിയും ബെന്നിയും അത്താച്ചനും പരസ്പരം നോക്കി. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ട് മരിയയുടെ നെറ്റി ചുളിഞ്ഞു. വാതിൽക്കൽ നിൽക്കുന്ന സ്ത്രീയുടെ കണ്ണുകൾ മരിയയ്ക്ക് പുറകിലേക്ക് പോയി. എന്നതാണ് ചെക്ക, നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ? റിച്ചിയോട് ചോദിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറി. അത് പിന്നെ ഞാൻ അല്ല അമ്മച്ചി, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഞാൻ എന്നാത്തിനാടാ അത് നിന്നോടൊക്കെ പറയുന്നേ? നിനക്കൊക്കെ ഞാൻ ആരുമല്ലാത്ത കൊണ്ടല്ലേ എൻ്റെ കൊച്ചിനെ നോക്കാൻ നീയൊക്കെ കാശ് കൊടുത്ത ആളെ നിർത്തിയേ. അവർ മരിയെ ചേർത്ത് പിടിച്ച് റിച്ചിയോടും ബെന്നിയോടുമായി പറഞ്ഞു. മരിയ ഒന്നും മനസ്സിലാകാതെ അവരെ മാറി മാറി നോക്കുന്നത് കണ്ട് ബെന്നി പറഞ്ഞു, ആൻ, ഇതെൻ്റെ അമ്മച്ചിയാണ് കത്രീന. ബെന്നി കത്രീന അമ്മച്ചിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ബെന്നിയുടെ കൈതട്ടി അറിഞ്ഞു. മരിയ അതെല്ലാം ഒരു ചിരിയോടെ നോക്കി നിന്നു. കത്രീനെ കൊച്ചു വലിയ ദേഷ്യത്തിലാണല്ലോ. നീ ഒന്നും എന്നോട് മിണ്ടണ്ട. ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. അമ്മച്ചി, ഞാനൊന്ന് പറയട്ടെ, അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഓർത്തില്ല. ഓരോരോ സാഹചര്യം കൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇവിടെ വരെയൊക്കെ ആയത്. കത്രീന അമ്മച്ചി റിച്ചി ആക്കിക്കൊണ്ടുവന്ന് പറഞ്ഞു. അത് പിന്നെ അമ്മച്ചി. മതി, ബെന്നി പറഞ്ഞു എന്നോടെല്ലാം. റിച്ചി ബെന്നിയെ നോക്കി കണ്ണുരുട്ടിയതും ബെന്നി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. മോള് രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. എന്നാൽ ഞാൻ പോയി ഇതൊക്കെ മുറിയിൽ കൊണ്ട് വെച്ചിട്ട് വരാം. മോൾ ഇനി അടുക്കളയിലൊന്നും കയറണ്ട. ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് എന്നോട് പറഞ്ഞാൽ മതി, അമ്മച്ചി ഉണ്ടാക്കി തരാം. കത്രീന അമ്മച്ചി മരിയോട് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. റിച്ചി മരിയയും കൊണ്ട് സെറ്റിലേക്ക് പോയിരുന്നു. ബെന്നിയും അവർക്ക് അടുത്തായിരുന്നു. മരിയെ കൊച്ചെ, ഇനി പറ, നിനക്ക് നിന്നെക്കുറിച്ച് അറിയാവുന്നതൊക്കെ. റിച്ചി മരിയോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മത്തയച്ചനും കത്രീന അമ്മച്ചിയും അങ്ങോട്ട് എത്തിയിരുന്നു. എല്ലാവരും മരിയ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ് എൻ്റെ വീട്. ആറ്റിങ്ങലിൽ തന്നെ കുറച്ച് ഉൾപ്രദേശമാണ് വിശ്വമംഗലം എന്ന വലിയൊരു വീട്. ഈ 18 വർഷം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും മാധവനും ഭാനുമതിയും. അവരാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് ഞാൻ വിശ്വസിച്ചു. രണ്ടുപേരും എന്നെ ഒരുപാട് ലാളിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും മിതമായ സംസാരം, എന്നോട് അധികം ദേഷ്യപ്പെടാറില്ല. ഒറ്റ മകളായതുകൊണ്ട് അധികം കൊഞ്ചിച്ചു. വളർത്തിയാൽ ഞാൻ വഷളായി പോകുമെന്നൊരു തോന്നൽ അവർക്കുള്ളത് കൊണ്ടാവും എന്നോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കരുതെന്ന് ഞാൻ കരുതി. മറ്റു ബന്ധുക്കളെന്ന് പറയാൻ ആരെയും എനിക്കറിയില്ല. ആ നാട്ടിൽ എനിക്ക് സുഹൃത്തുക്കൾ ആരും തന്നെയില്ല. ആരോടും അടുത്ത് ഇടപെടാൻ അവർ സമ്മതിച്ചിരുന്നില്ല. കൊല്ലത്തെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് +2 വരെ ഞാൻ പഠിച്ചത്. വെക്കേഷൻ ആകുമ്പോൾ മാത്രം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. വീട്ടിലെത്തിയാൽ എൻ്റെ നിഴൽ പോലെ എപ്പോഴും ആ സ്ത്രീ കാണും, ഭാനുമതി. +2 എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം രാത്രിയാണ് ഞാൻ യാദൃച്ഛികമായി അവർ സംസാരിക്കുന്നത് കേട്ടത്. എൻ്റെ അച്ഛനും അമ്മയും അവരല്ല എന്ന് അയാളിൽ നിന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു. ശിവാനന്ദൻ, ഊർമിള, അവരാണ് എൻ്റെ അച്ഛനും അമ്മയും. ആ 2 പേര് പോലും അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് ഓർപ്പിക്കാൻ ഒരു പേരല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ എന്നെ വളർത്തിയത്. അച്ഛൻ എന്ന് കരുതി ഞാൻ സ്നേഹിച്ച ആ മനുഷ്യൻ വെറും മൃഗമാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ. അയാൾക്ക് വേണ്ടത് എൻ്റെ പേരുള്ള സ്വത്ത് മാത്രമായിരുന്നില്ല, എൻ്റെ ശരീരവും കൂടിയായിരുന്നു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് അവിടെ നിൽക്കാൻ തോന്നിയില്ല. എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എങ്ങോട്ടെന്നറിയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. കുറേ ദൂരം ഓടി എവിടെയോ എത്തിയപ്പോൾ ദൂരെ നിന്ന് വന്ന ഒരു വണ്ടിയുടെ വെട്ടം എൻ്റെ കണ്ണിലടിച്ചു. ബോധം മറിഞ്ഞ് അവിടെ വീഴുമ്പോൾ ആരും എൻ്റെ അടുത്ത് വരുന്നത് മാത്രം ഞാൻ അറിഞ്ഞു. കണ്ണ് തുറന്നപ്പോൾ ഞാൻ മായമ്മയുടെ അടുത്തായിരുന്നു. അവിടെ നിന്നാണ് ഇച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. മരിയ പറഞ്ഞു തീർന്നതും റിച്ചിയുടെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. മകളായി വളർത്തിയവളുടെ ശരീരം മോഹിച്ച മാധവനെ കൊല്ലാനുള്ള പകവുണ്ടായിരുന്നു റിച്ചിക്ക്. മരിയ റിച്ചിയുടെ ഓരോ മാറ്റവും നോക്കിയിരുന്നു. നിന്റെ യഥാർത്ഥ പേരെന്താണ്? ബെന്നിയുടെ ചോദ്യം കേട്ട് ബാക്കി എല്ലാവരും മരിയെ തന്നെ നോക്കിയിരുന്നു. തന്നെ നോക്കിയിരിക്കുന്ന റിച്ചിയുടെ മുഖത്തേക്ക് മരിയ ഒന്ന് നോക്കി. റിച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കി മരിയ പറഞ്ഞു, ആദിശ്രീ. അടിപൊളി പേര്, എനിക്കിഷ്ടമായി. ശ്രീ, അത് മതി ഇനി. ബെന്നി പറയുന്നത് കേട്ട് മരിയ പതുക്കെ ഒന്ന് ചിരിച്ചു. എന്നാണ് തിരികെ പോവേണ്ടത്? റിച്ചിയുടെ ചോദ്യം കേട്ട് മരിയ സംശയഭാവത്തിൽ അവനെ നോക്കി. കാര്യം മനസ്സിലായതുപോലെ ബെന്നി ഒന്ന് ചിരിച്ചു. എന്താ ചായ, കേരളത്തിലേക്ക് എപ്പോഴാ പോകേണ്ടതെന്ന്?
വേണ്ട വേണ്ട ഇച്ചായ, എനിക്ക് പേടിയാ. എനിക്ക് എൻ്റെ ഇച്ചായനില്ലേ, അത് മതി. നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? നീ എങ്ങനെ അവരുടെ അടുത്തെത്തിയെന്ന് നിനക്കറിയണ്ടേ? റിച്ചിയുടെ ചോദിച്ചതിന് മതിയെ യാന്ത്രികമായി തലയാട്ടി. എന്നാൽ റെഡിയായിക്കോ, നമ്മൾ കേരളത്തിലേക്ക് പോകുന്നു. റിച്ചി അതും പറഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. റിച്ചി, കത്തിൻ്റെ അമ്മച്ചിയോട് വിളി കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി. എന്താ അമ്മച്ചി? ഇപ്പം ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണോ? അതല്ല മോനെ, പറഞ്ഞത് കേട്ടിട്ട് അവരാരും അത്ര നല്ലവരല്ലെന്ന് മനസ്സിലായല്ലോ. മോൾക്ക് ഇത് 5-ാം മാസമല്ലേ? ഈ അവസ്ഥയിൽ ഇപ്പോൾ എങ്ങോട്ട് പോകണ്ട. എന്തായാലും പ്രസവം കഴിയട്ടെ. കത്രിനാമച്ചി പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായതും റിച്ചി മരിയെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി. മരിയെ മുകളിലേക്ക് നോക്കി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് റിച്ചിയുടെ പുറകെ റൂമിലേക്ക് പോയി. മരിയ റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടു ബെഡിൽ ഹെഡ്സെറ്റിൽ ചാരിയിരുന്ന് എന്തോ ആലോചിക്കുന്ന റിച്ചിയെ. മരിയെ പതുക്കെ റിച്ചി കരികിലിരുന്നു. ഇച്ചായ, ഇവിടെ വന്നിരുന്ന് എന്താ ആലോചിക്കുക? ആദി, റിച്ചി പറഞ്ഞു തുടങ്ങിയതോ മരിയ തന്നെ വിരൽ റിച്ചിയുടെ ചുണ്ടിൽ വെച്ച് തടഞ്ഞു. ആ പേര് പോലും എൻ്റെ സ്വന്തമാണെന്ന് അറിയില്ല ഇച്ചായ. ഇനിയാണെങ്കിൽ തന്നെയും എനിക്ക് ഈ ചെകുത്താൻ്റെ മരിയെക്കുറിച്ച് ആയാൽ മതി. റിച്ചിയുടെ മുഖഭാവം മാറുന്നത് കണ്ടാണ് താൻ എന്താണ് റിച്ചി വിളിച്ചതെന്ന് മരിയക്ക് മനസ്സിലായത്. റിച്ചിയുടെ കൈകൾ മരിയയുടെ കയ്യിലമർന്നു. ഇച്ചായ, ഞാൻ ചുമ്മാ. ഞാൻ ചെകുത്താനാണോ മരിയെ കൊച്ചെ? ദേഷ്യമായിരുന്നില്ല ആ ചോദ്യത്തിൽ നിറഞ്ഞത്, കുസൃതിയായിരുന്നു. മരിയ റിച്ചിയെ ഒന്ന് നോക്കി ഉമിനീരിറക്കി. പറയേ മരിയെ കൊച്ചെ, നിന്റെ ഇച്ചായൻ ചെകുത്താനാണോ? മരിയോട് ചോദിക്കുന്നതിനൊപ്പം റിച്ചിയുടെ കൈകൾ അവളെ ചുണ്ട് തലോടിക്കൊണ്ടിരുന്നു. വേണ്ട ഇച്ചായ. വേണം മരിയെ കൊച്ചെ. ഇച്ചായൻ ചെകുത്താനാണോ അല്ലയോ എന്ന് എൻ്റെ കൊച്ചിനെ അറിയണ്ടേ? റിച്ചി മീശ ചെറുതായി പിരിച്ചു വെച്ചുകൊണ്ട് മരിയോട് ചോദിച്ചു. റിച്ചിയുടെ കുസൃതി എന്ന ചോദ്യത്തിൽ തൻ്റെ ശരീരം വിറയ്ക്കുന്നത് മരിയ അറിഞ്ഞു. മരിയയുടെ പിടയ്ക്കുന്ന കണ്ണുകളും വിറയ്ക്കുന്ന ചുണ്ടുകളും റിച്ചിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ മരിയ നോക്കിയിരുന്നു. പതുക്കെ അവർക്കിടയിലെ ദൂരം കുറഞ്ഞു വന്നു. റിച്ചി പതുക്കെ മരിയയുടെ ചുണ്ടുകളിൽ ഉമ്മ വെച്ചു. മരിയ ഒട്ടും വേദനിപ്പിക്കാതെ റിച്ചി അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ടിരുന്നു. മരിയ പെട്ടെന്ന് റിച്ചി തള്ളി മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. മരിയയുടെ ഓട്ടം കണ്ട് റിച്ചിയും പുറകെ ചെന്നു. കുഞ്ഞു വയറും താങ്ങി പിടിച്ചു നിന്ന് ഛർദ്ദിക്കുന്നവളെ കാണി അവൻ അവളോട് വാഴ്ത്തില്ലെന്ന് തോന്നി. റിച്ചി പതുക്കെ മരിയയുടെ പുറം തടകി കൊടുത്തു. ഛർദ്ദിച്ചു കഴിഞ്ഞതും മരിയ തളർച്ചയോടെ റിച്ചിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മരിയെ കൊച്ചെ, എന്തു പറ്റി? വയ്യേ? ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട ഇച്ചായ, എനിക്കൊന്ന് കിടക്കണം. റിച്ചി മരിയയും കൊണ്ട് ബെഡിലേക്ക് ചെന്നിരുന്നു. പതിയെ മരിയെ ചരിച്ച് ബെഡിലേക്ക് കിടത്തി. ഇച്ചായ, എൻ്റെ അടുത്ത് കിടക്കാമോ? എനിക്ക് ഇച്ചായൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കണം. റിച്ചി പതിയെ മരിയയുടെ അടുത്ത് കിടന്നു. മരിയ റിച്ചിയുടെ നെഞ്ചിലേക്ക് തലചായ്ച്ച് കിടന്നു. റിച്ചി പതുക്കെ മരിയയുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. മരിയ ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ റിച്ചി പതിയെ അവൾ ബെഡിലേക്ക് കിടത്തി. പെന്നിയുടെ റൂമിലേക്ക് കയറി. റിച്ചി റൂം ലോക്ക് ചെയ്തു. ഡോർ അടയുന്ന ശബ്ദം കേട്ട് പെന്നി തിരിഞ്ഞു നോക്കി. എന്താ റിച്ചി? ഞാൻ നാളെ കേരളത്തിലേക്ക് പോവുക. എന്തിന്? മരിയ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? അമ്മച്ചി പറഞ്ഞതല്ലേ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന്? മരിയയും കൊണ്ട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഒറ്റയ്ക്ക് പോകാമല്ലോ. എന്താ റിച്ചി നിന്റെ ഉദ്ദേശം? ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. കേരളത്തിൽ പോകണം. ആ മാധവൻ ആളെങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ എന്താ അവസ്ഥ എന്നൊക്കെ അറിയണം. അതിന് നീ തന്നെ പോകണമെന്നില്ലല്ലോ. നമുക്ക് വേറെ ആരെങ്കിലും അയക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ മരിയയുമായി അവിടെ കയറി ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എന്താകുമെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ നമുക്ക് തയ്യാറായിരിക്കാൻ പറ്റൂ. എന്നാൽ ഞാനും വരാം. നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് മാറി നിന്നാൽ ശരിയാകില്ലടാ. നീ ഇവിടെ വേണം. പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണെന്നൊന്നും ഇവിടെ ആരും അറിയണ്ട. അതും അല്ല, മരിയ മറ്റന്നാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊന്നോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. പിറ്റേ ദിവസം രാവിലെ മരിയ കണ്ണു തുറന്നപ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്ന റിച്ചിയാണ് കാണുന്നത്. ഇച്ചായൻ എവിടെ പോകുന്നു? മരിയയുടെ ശബ്ദം കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി. ഞാൻ ചെന്നൈ വരെ പോകുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. പിന്നെ നാളെ ബെന്നിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം. ഇച്ചായൻ എന്തിനാ ചെന്നൈ പോകുന്നേ? അതെൻ്റെ കൊച്ചിനൊരു സർപ്രൈസ്. ഇച്ചായ, ഇരുന്ന് കൊഞ്ചാതെ എൻ്റെ കൊച്ചി എളുപ്പം ഫ്രഷായി വാ. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇച്ചായ. മരിയ വീണ്ടും കൊഞ്ചിക്കൊണ്ട് റിച്ചിയെ വിളിച്ചു. റിച്ചി മരിയയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നതാ മരിയെ കൊച്ചി രാവിലെ തന്നെ ഒരു കൊഞ്ചൽ? ഇച്ചായൻ പോകണ്ട. മരിയ റിച്ചിയുടെ തോളിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ കൊച്ചെ? അല്ലെങ്കിൽ ഇച്ചായ എൻ്റെ കൊച്ചിനെ ഇട്ടിട്ട് പോകുമോ? മരിയ അതിനൊന്ന് മൂളി. ഇപ്പോൾ എൻ്റെ മരിയ കൊച്ചി എഴുന്നേറ്റ് പോയി കുളിച്ചേ. വേണ്ട ഇച്ചായ, തണുക്കും. മരിയ മടിയോടെ റിച്ചിയോട് പറഞ്ഞു. എൻ്റെ മരിയ കൊച്ചിന് മടിയോ? ഇത് ശരിയാകില്ല കൊച്ചെ. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എൻ്റെ മക്കളും മടിയന്മാരായി പോവും. അതുകൊണ്ട് എൻ്റെ കൊച്ചി എഴുന്നേറ്റേ. മരിയ റിച്ചി മുഖം ചുളിച്ചൊന്ന് നോക്കി. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടി മടിച്ചി. റിച്ചി മരിയോട് പറഞ്ഞുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. മരിയെ റിച്ചി റൂമിൻ്റെ വാതിക്കൽ കൊണ്ട് ചെന്ന് നിർത്തി. അവൾക്ക് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തു. റിച്ചി ഡ്രസ്സ് കൊടുത്തതും മരിയ കയ്യിലിരുന്ന ഡ്രസ്സിലേക്കൊന്ന് നോക്കി. എന്താണ് മരിയെ കൊച്ചെ? ഇച്ചായൻ വരണോ കുളിപ്പിക്കാൻ? മീശയുടെ അറ്റം ചെറുതായൊന്ന് പിരിച്ചുകൊണ്ട് കുസൃതിച്ചിയോടെ റിച്ചി മരിയോട് ചോദിച്ചു. അയ്യടാ, എന്താ ചെകുത്താൻ്റെ ഒരു ആഗ്രഹം? റിച്ചിയെ പതുക്കെ ഒന്ന് നോക്കി പുറകിലേക്ക് തള്ളിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി കതകടച്ചു. എൻ്റെ മക്കളൊന്ന് വന്നോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വിശദമായി ഒന്ന് കാണണം മരിയെ കൊച്ചെ. റിച്ചി കുസൃതിയോടെ വിളിച്ചു പറഞ്ഞതും മരിയയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു.
മരിയ പതുക്കെ തൻ്റെ ചെറുതായി വീർത്ത വയറിലേക്ക് തടവി. മരിയ കുളിച്ചിറങ്ങി താഴേക്ക് ചെന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. റിച്ചി മരിയയുമായി റൂമിലേക്ക് പോയി. എല്ലാം എടുത്തു ഇച്ചായ? ഇച്ചായൻ പോയിട്ട് എന്ന് വരും? ഞാൻ 2 ദിവസം കഴിഞ്ഞിങ്ങ് വരും. എന്തിനാ എൻ്റെ കൊച്ചിങ്ങനെ വിഷമിക്കുന്നേ? അറിയില്ല, പെട്ടെന്ന് ഇച്ചായൻ പോകുന്നെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം. ദേ ഇങ്ങനെ വിഷമിച്ചിരുന്ന് BP കൂട്ടില്ല കൊച്ചേ. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. മരുന്ന് കഴിക്കാനുള്ളതല്ലേ. ഇച്ചായൻ ചെന്നിട്ട് വിളിക്കാൻ കേട്ടോ. റിച്ചി മരിയയുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. റിച്ചി പതിയെ മരിയെ ബെഡിലേക്ക് ഇരുത്തി തറയിൽ മുട്ടുകുത്തിയിരുന്നു. മരിയയുടെ വയർഭാഗത്ത് നിന്നും റിച്ചി ടോപ്പ് കുറച്ച് മുകളിലേക്ക് വരുത്തി വെച്ചു. പാപ്പ പോയിട്ട് വരാൻ കേട്ടോ. എൻ്റെ മക്കൾ അമ്മയെ ഒരുപാട് ഒന്നും കഷ്ടപ്പെടുത്തല്ലേ. റിച്ചി പതിയെ മരിയയുടെ വരയിൽ തലോടിക്കൊണ്ട് അവിടെ ചുണ്ടുകൾ ചേർത്തു. ഇച്ചായ? മരിയയുടെ പരിഭവം നിറഞ്ഞ വിളി കേട്ട് റിച്ചി തലയുയർത്തി നോക്കി. കവളുടെ ഒരു വിരൽ വെച്ചുകൊണ്ട് തൊട്ട് കാണിക്കുന്നവളെ കാണി റിച്ചി പൊട്ടിച്ചിരിച്ചു പോയി. എൻ്റെ മരിയെ കൊച്ചിന് തീരെ കുശുമ്പില്ലല്ലോ. റിച്ചി മരിയോട് പറഞ്ഞുകൊണ്ട് മരിയെ വിരൽ വെച്ച കവളിൽ അമർത്തി ചുംബിച്ചു. ദാ ഇവിടെയും ഇവിടെയും നെറ്റിയിലെ കണ്ണുകളും തൊട്ടുകൊണ്ട് മരിയെ പറഞ്ഞതും റിച്ചിയുടെ ചുണ്ടുകൾ മരിയുടെ മുഖം മുഴുവൻ അലഞ്ഞു നടന്നു. റിച്ചി മരിയുടെ മുഖത്തുനിന്ന് ചുണ്ടുകൾ വേർപെടുത്തിയതും മരിയ അപ്രതീക്ഷിതമായി റിച്ചിയുടെ കവളിൽ ഉമ്മ വെച്ചു. റിച്ചി ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും മരിയയുടെ ചുംബനത്തിൽ അവൻ ലയിച്ചു ചേർന്നു. കുറച്ച് സമയത്തിനു ശേഷം മരിയ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. കുറച്ച് സമയം ഇരുവർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നു. മരിയെ കൊച്ചേ, ഇച്ചായൻ പോയിട്ട് വരട്ടെ. എഴുന്നേൽക്ക്, വാ. റിച്ചി മരിയുമായി താഴേക്ക് ചെന്നപ്പോൾ പിന്നെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. റിച്ചി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. പിന്നെ റിച്ചി എയർപോർട്ടിൽ വിട്ടിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങി. റിച്ചി പോയി കഴിഞ്ഞ് കത്രീനാമ്മച്ചിയുടെയും മത്താച്ചൻ്റെയും കൂടെ കുറേ സമയം താഴെ തന്നെ ഇരുന്ന് പിന്നെയും തിരികെ എത്തി. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിച്ചു. മരിയ റൂമിലേക്ക് പോയി. മരിയ റൂമിലേക്ക് കയറിയതും അവിടെ ആകെ റിച്ചിയുടെ മണം തങ്ങി നിൽക്കുന്നതായി തോന്നി അവൾക്ക്. മരിയ ബെഡിൽ കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ച റിച്ചിയുടെ മണം തനിക്കുള്ളിലേക്ക് ആവാഹിച്ചു. പതുക്കെ മരിയ ഉറങ്ങി. വൈകുന്നേരം 6 മണിയോടുകൂടി ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് മരിയ കണ്ണുകൾ തുറന്നു. മരിയ പതുക്കെ ഹെഡ്സെറ്റിൽ ചാരിയിരുന്ന് ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ റിച്ചിയുടെ വീഡിയോ കോൾ കണ്ട് മരിയ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിൽ മരിയയുടെ മുഖം കണ്ടതും റിച്ചിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. സന്തോഷവും പ്രണവും മാറി മാറി വിരിയുന്ന റിച്ചിയുടെ കണ്ണുകളിൽ മരിയ ലയിച്ചിരുന്നു. റിച്ചി മരിയയെ തന്നെ നോക്കിയിരുന്നു. രാവിലെ പോകുമ്പോൾ റിച്ചി അയച്ചിട്ട ഷർട്ടാണ് മരിയയുടെ വേഷം. മരിയെ കൊച്ചെ, നിറഞ്ഞ പ്രണയത്തോടെ റിച്ചി മരിയയെ വിളിച്ചു. മരിയെ കൊച്ചെ, ഇതെന്ത് വേഷമാണ്? ഇച്ചാനെ ശരിക്കും മിസ് ചെയ്തിട്ടോ? ഈ ഷർട്ടിൽ ഇച്ചാൻ്റെ മണമാണ്. ഈ ഷർട്ട് ഇങ്ങനെ എൻ്റെ ദേഹത്ത് ചേർന്ന് കിടക്കുമ്പോൾ ഇച്ചാൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നും. എൻ്റെ മരിയെ കൊച്ചിനെ ഇങ്ങനെ കാണുമ്പോൾ ഇച്ചാൻ എൻ്റെ കൊച്ചിനോട് ഒരുപാട് ഇഷ്ടം തോന്നുക. ഇച്ചായ, ഇടറിയ ശബ്ദത്തോടെ മരിയെ വിളിച്ചതും റിച്ചി അവളെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. മരിയെ കൊച്ചെ, എന്തിനാ കരയുന്നേ? ഇച്ചാൻ നാളെ കഴിഞ്ഞ് അങ്ങ് വരില്ലേ? ഇച്ചായൻ്റെ കൊച്ച് നല്ല കുട്ടിയായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നാളെ ബെന്നിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഇച്ചായൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഞാൻ റൂമിലെത്തിയതേ ഉള്ളൂ. എത്തി ഉടനെ എൻ്റെ മരിയ കൊച്ചിനെയാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് കഴിക്കാമെന്ന് കരുതി. എൻ്റെ കൊച്ചെന്തെങ്കിലും കഴിച്ചോ? ഇല്ല ഇച്ചായ. എന്നാൽ എൻ്റെ കൊച്ചു പോയി കഴിച്ചിട്ട് കിടന്നു. ഇച്ചായൻ ഇനി രാവിലെ വിളിക്കാം കേട്ടോ. റിച്ചി അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. മരിയ റിച്ചിയുടെ ഷർട്ട് അഴിച്ചിട്ട് ഒരു ചുരിദാറും ഇട്ട് താഴേക്ക് പോയി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. മരിയ റൂമിലെത്തി വീണ്ടും റിച്ചിയുടെ ഷർട്ട് എടുത്തിട്ട് കിടന്നുറങ്ങി. രാവിലെ ബെന്നിയും മരിയയും കൂടി ഹോസ്പിറ്റലിൽ പോയി. മരിയയെ ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായി എഴുതി കൊടുത്തു. മരിയയെ ഗൈനക് OPയുടെ അടുത്തായി കൊണ്ടിരുത്തി. പിന്നെ മരിയയുടെ റിസൾട്ട് മേടിക്കാനായി ലാബിലേക്ക് പോയി. ലാബിൽ നിന്നും റിസൾട്ട് വാങ്ങി താഴേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ആരുമായി കൂട്ടിമുട്ടി സ്റ്റിയറിങ്ങിൽ നിന്നും താഴേക്ക് വീണു. പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ആ കാപ്പി കണ്ണുകളിൽ അകപ്പെട്ട് കിടന്നു. എഴുന്നേറ്റ് മാറോടും അങ്ങോട്ട് പറയുന്നതിനോടൊപ്പം തന്നെ അവൾ ബെന്നിയെ തൻ്റെ ശരീരത്തിൽ നിന്നും തള്ളിമാറ്റി. അപ്പോഴാണ് ബെന്നിക്ക് ബോധം വന്നത്. താഴെ ഇരുന്ന കൈമുട്ടിൽ തടകുന്നവളെ അവൻ നോക്കിയിരുന്നു. ബെന്നി പെട്ടെന്ന് എഴുന്നേറ്റ് അവൾ കരയിലേക്ക് ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തെങ്കിലും പറ്റിയോ കുട്ടി? ബെന്നി ആകുലതയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ കൈപിടിച്ചു തിരിച്ചു നോക്കി. ആകാശം നോക്കി നടന്ന് ഇടിച്ച് താഴെയിട്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഓ സോറി, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഹലോ മിസ്റ്റർ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് ഇനി ഏത് ഹോസ്പിറ്റലിൽ പോകാൻ? ബെന്നിച്ച, എന്താ ഇവിടെ? ബെന്നിയെ കാണാതെ മരിയ അങ്ങോട്ട് തിരക്കി വന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ മരിയയുടെ വീർത്തുന്തിയ വയറിലേക്ക് പോയി. റിസൾട്ട് കിട്ടിയോ ബെന്നിച്ച? മരിയ ബെന്നിയോട് ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു. ഓ സോറി ചേട്ടാ, വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നല്ലേ? എനിക്ക് കുഴപ്പമില്ല. ചേട്ടൻ പോയി വൈഫിൻ്റെ ഡോക്ടറെ കാണിച്ചോ? ബെന്നിയും മരിയയും പരസ്പരം ഒന്ന് നോക്കി. ഇതെൻ്റെ വൈഫല്ല, എൻ്റെ അനിയത്തിയാണ്, ബെന്നി മരിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ആ പെൺകുട്ടി അവരെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. സോറി, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ. അതും പറഞ്ഞ് ആ പെൺകുട്ടി മരിയെ ഒന്ന് നോക്കി. മരിയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന ആ പെൺകുട്ടിയെ അവർ നോക്കി നിന്നു. ഞാൻ ഇതിനു മുമ്പ് കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ട്. മരിയെ നോക്കി ആ പെൺകുട്ടി സംശയത്തോടെ പറഞ്ഞു. കുട്ടിയുടെ പേരെന്താ? ആദി. അല്ലു, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? നമുക്ക് ഇറങ്ങാം. മരിയ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വേറൊരു പെൺകുട്ടി അവർക്ക് അരികിലേക്ക് എത്തി. അപ്പോൾ ശരി, ഞാൻ പോകട്ടെ. അല്ലു എന്നാണോ പേര്? മരിയ ആ കുട്ടിയോട് ചോദിച്ചു. അല്ല, അലോഷി എന്നാണ്. എല്ലാവരും അല്ലു എന്ന് വിളിക്കും.
ഇവിടെയാണോ ജോലി ചെയ്യുന്നേ? അതെ, ഞാൻ ഇവിടുത്തെ നേഴ്സാണ്. അപ്പോൾ ഇനിയും കാണാം, പിന്നീട് ചിരിയോട് പറഞ്ഞു. മുൻപോട്ട് നടക്കുന്നതിനിടയിൽ അല്ലു വീണ്ടും മരിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ബെന്നിച്ച, എന്താണ് ഒരു ചിരി? ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. സത്യം? മരിയ കണ്ണുവിടർത്തിക്കൊണ്ട് ചോദിച്ചു. അതെന്നേ, വളച്ചെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതൊന്നോർത്ത് ബെന്നിച്ചും വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം, സമയം കിടക്കുമല്ലേ. വാ, നമുക്ക് റിസൾട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. മരിയയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറ്റാമിൻ ടാബ്ലറ്റ് മാത്രമാണ് ഡോക്ടർ കുറിച്ചു കൊടുത്തത്. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ.